എസ് കെ, ഈ സ്വതന്ത്ര മാധ്യമ സ്വാതന്ത്ര്യം, ഇതിൽ രണ്ടിലും ഒരു ചെറിയ പ്രശ്നമുണ്ട്. രണ്ടും രണ്ട് സംഗതി തന്നെയാണ്. ഇതൊന്ന് മാധ്യമ സ്വാതന്ത്ര്യം എന്നതും സ്വതന്ത്ര മാധ്യമം എന്നതും ഒരു മാധ്യമത്തിന്റെ എഡിറ്റോറിയൽ ചുമതലയിൽ ഇരിക്കുന്ന ആളെന്നുള്ള നിലയിലും അതുപോലെ ആ മാധ്യമത്തിന്റെ മാനേജ്മെന്റ് ചുമതലയിൽ ഇരിക്കുന്ന ആളെന്നുള്ള നിലയിലും ചർച്ചയ്ക്ക് എടുക്കാവുന്ന വിഷയമാണ്. പക്ഷേ കുറച്ച് കുഴപ്പം പിടിച്ച വിഷയവുമാണ്. ഈ സ്വതന്ത്ര മാധ്യമം എന്നത് എത്രത്തോളം സാധ്യമാണ്? വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ സ്വതന്ത്ര മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യവും. ഞാൻ ഈ അടുത്തിടെ ഞങ്ങൾ കുറെ ഒരു മാധ്യമക്കാരുടെ ഒരു സംഘടനയുണ്ട്. ആ സംഘടന നമ്മൾ അംഗമാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ മാധ്യമങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം പ്രധാനമന്ത്രിയെ ശ്രദ്ധപ്പെടുത്താനായിട്ട് ഡൽഹിയിൽ പോയി. ഞാനപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ പ്രധാനമന്ത്രിയോട് എന്തൊക്കെയാണ് സംസാരിക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ വേണ്ടി അവരോട് അനൗപചാരികമായിട്ട് ചർച്ച നടത്തിയപ്പോഴാണ് കേരളം എത്രമാത്രം ഈ കാര്യത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായത്. നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരോ ഏതെങ്കിലും മിഷണറിയോ, ഞങ്ങൾ മൂന്നുപേരും സജീവമായി കുറേ കാലമായി മാധ്യമത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഒരു മാധ്യമത്തിന്റെ സ്വാതന്ത്ര്യം എന്ന നിലയിൽ ആരെങ്കിലും ഈ മാധ്യമത്തിന്റെ പ്രവർത്തനത്തിൽ ഇടപെടുന്നില്ല പുറത്തു നിന്ന്. തീർച്ചയായിട്ടും അകത്തുനിന്ന് മാനേജ്മെന്റ് അതിന്റെ നിലപാടുകൾ കാണും, നയങ്ങൾ കാണും, ചിലപ്പോൾ അതിനകത്ത് ചില ഇടപെടലുകൾ നടത്തിയെന്നൊക്കെ വരാം. പക്ഷെ എന്നാലും ഒരാൾക്ക് പറയാനുള്ള കാര്യം മാധ്യമത്തിലൂടെ പ്രക്ഷേപിക്കരുത് എന്ന് പൊതുവെ കേരളത്തിൽ അങ്ങനെ പറയാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്ന് മാത്രമല്ല, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഞാൻ ഭയപ്പെടുന്നതുമായിട്ടുള്ള ഒരു കാര്യം, മാധ്യമങ്ങൾ എൻജോയ് ചെയ്യുന്ന സ്വാതന്ത്ര്യം ഒരു സ്ഥലത്ത് നിലനിൽക്കുമ്പോൾ തന്നെ ഈ ജനങ്ങളെ ആകർഷിക്കാൻ പറ്റുന്ന ചില വാർത്തകൾ കൂടുതലായി സംപ്രേഷണം ചെയ്ത് ഈ മാധ്യമങ്ങൾ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുമ്പോൾ ഈ മാധ്യമത്തിന്റെ മുഖം തന്നെ മാറിപ്പോകും. പ്രത്യേകിച്ച് ഇലക്ട്രോണിക് മാധ്യമങ്ങളായ ഈ ടെലിവിഷനിൽ ഇങ്ങനെയുള്ള വാർത്തകൾ നിരന്തരം വരുമ്പോൾ അതിന്റെ സ്വഭാവം മാറിപ്പോകും. നമുക്കിപ്പോൾ പണ്ട് തനിനിറന്നൊരു പത്രം ഉണ്ടായിരുന്നു കേരളത്തിൽ. കലാനിലയം കൃഷ്ണൻ നായർ നടത്തിയിരുന്നൊരു പത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പത്രത്തിൽ നമുക്ക് ഒരുപാട് ഇത്തരം സാധാരണ മനുഷ്യർ തമ്മിൽ സംസാരിക്കുമ്പോൾ പോലും പറയാത്ത വാർത്തകൾ വരുമായിരുന്നു. പക്ഷെ ആ പത്രത്തിന്റെ ആകർഷണം അത് തന്നെയായിരുന്നു. തനിനിറം രാവിലെ ആൾക്കാർ വാങ്ങിച്ചു വായിക്കുന്നത് മാറത്ത് പിടിച്ചവന്റെ മടിക്ക് ചവിട്ടി എന്നൊക്കെയുള്ള തലക്കെട്ടോടുള്ള വാർത്തകൾ സുഖകരമായി വായിച്ചു നിൽക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ വളരെ അപകടം പിടിച്ച ഈ ഒരു കാലത്ത് വാർത്തകളെ വളരെ ശ്രദ്ധാപൂർവം പരിശോധിക്കുന്ന ഒരു സമൂഹമുള്ള ഈ കാലത്ത് തീർച്ചയായിട്ടും ഈ സെൻസേഷണലായിട്ടുള്ള ഒരു ജേർണലിസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഈ വാർത്തകൾ പ്രക്ഷേപിക്കുന്ന ആളിന്റെ സ്വാതന്ത്ര്യം തന്നെ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ ശരിക്കും ഭയപ്പെടുന്നു. കാരണം നമ്മൾ ഈ ടെലിവിഷൻ ചാനലുകളിലൊക്കെ ഇഷ്ടംപോലെ പരമ്പരകൾ വരുന്നു. അപ്പോൾ ഈ ടെലിവിഷൻ പരമ്പരകളിൽ നിങ്ങൾക്കറിയാം, അമ്മായിമ്മ, മരുമകൾ, പോര്, അങ്ങനെ നമ്മുടെ കേരളത്തിൽ വളരെ കാര്യമായിട്ട് കാണാത്ത ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് കാര്യമായിട്ട് വന്ന് നിറയുന്നുണ്ട് എന്റർടൈൻമെന്റ് ടെലിവിഷൻ ചാനലുകളിൽ. പക്ഷെ ഇത് നമുക്ക് അങ്ങനെ അല്ലെന്ന് കൊണ്ടുവരാൻ വേണ്ടി കുറേ പരമ്പരകൾ നമ്മൾ ഫ്ലവേഴ്സിലൂടെ സംപ്രേഷണം ചെയ്ത് നോക്കി. പക്ഷെ അത് ടെലിവിഷൻ റേറ്റിംഗിൽ പലപ്പോഴും പിടിച്ചു നിൽക്കുന്നില്ല. ഇത്തരം പരമ്പരകൾ തന്നെ ആളുകൾ തിരസ്കരിച്ച് കളയുന്നു. അപ്പോൾ അത് കുറെ കാലം കൊടുത്താൽ അത് ആൾക്കാർ അങ്ങനെ സ്വീകരിച്ചോളും എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഞാനും അവരോട് യോജിച്ചിരുന്നു. പക്ഷേ ഒരു 8 വർഷക്കാലമായിട്ട് ഫ്ലവേഴ്സിന്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ അത് അങ്ങനെ വലുതായിട്ട് മാറിയിട്ടില്ല എന്ന് വേണം കരുതാൻ. ഒരുപക്ഷെ പുതിയ കുട്ടികളും പുതിയ ആളുകളും പുതിയ തലമുറയൊക്കെ ടെലിവിഷൻ കാണുമ്പോൾ അവരുടെ നിലപാടുകളിലെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമാണ്. പക്ഷെ എന്നാലും അടിസ്ഥാനപരമായി ടെലിവിഷൻ കാണുന്ന ആളുകളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വാർത്താ ചാനലിലേക്ക് നമ്മൾ തിരിയുകയാണെങ്കിൽ വാർത്താ ചാനലുകളിൽ എന്റർടൈൻമെന്റ് ടെലിവിഷൻ ചാനലിന്റെ ചില സ്വഭാവങ്ങളൊക്കെ ഇപ്പോൾ കാണിക്കുന്ന ഒരു കാലമാണ്. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ, ഞാൻ പിന്നീട് വിശദമായിട്ട് ജോണി ലൂക്കോസൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടും അർഷൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ കേരളത്തിൽ മാധ്യമ പ്രവർത്തനത്തിന് യാതൊരു സ്വാതന്ത്ര്യക്കുറവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പലപ്പോഴും ഈ മാധ്യമങ്ങൾ കാര്യമായി ഇടപെടൽ നടത്തുന്ന രണ്ടുപേരാണ്. ഒന്ന് കേരള സർക്കാരും ഒന്ന് കേന്ദ്ര സർക്കാരും. അപ്പൊ ഈ രണ്ട് സർക്കാരുകളും ഒരു വലിയ പരിധിവരെ ഞാൻ പറയും ഈ മാധ്യമങ്ങളെ പിടിച്ചുകെട്ടാനൊന്നും അങ്ങനെ ശ്രമം നടത്താറില്ല. മാധ്യമങ്ങൾ അത് നിന്നു കൊടുക്കാറുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സംസ്ഥാന സർക്കാരിനെയൊക്കെ തന്നെ ഒരുപാട് വിശദമായി വിമർശിക്കുന്ന മാധ്യമങ്ങളുണ്ട് ഇന്ന് കേരളത്തിൽ. അവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും അതിനർഹമായ രീതിയിൽ വാർത്തകൾ കൊടുക്കുന്ന മാധ്യമങ്ങളോടൊന്നും അങ്ങനെ എന്തെങ്കിലും പ്രതികാരത്തിന്റെ ഭാഗമായിട്ട് നടപടിയിൽ സ്വീകരിച്ച് ഒരു സർക്കാരും അങ്ങനെ നടപടിയെടുത്തില്ല. കേന്ദ്ര സർക്കാരും അങ്ങനെ
കാര്യമായി ഇടപെടുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, കേരളത്തിലെ വാർത്താ ചാനലുകളെല്ലാം പ്രവർത്തിക്കുന്നത് കേന്ദ്രത്തിലെ വാർത്താവിതരണ വകുപ്പിന്റെ കീഴിലുള്ള ഒരു ലൈസൻസോടെയാണ്. നമ്മൾ ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ലൈസൻസോടെ വണ്ടി ഓടിക്കാൻ തീരുമാനിച്ചാൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ചില നിയമങ്ങൾ നമ്മൾ പാലിച്ചേ പറ്റൂ എന്ന് പറയുന്നത് പോലെ അവർ ഒരു കുടുംബ പ്രേക്ഷകന് ടെലിവിഷൻ എന്ത് സമ്മാനിക്കണം എന്ന കാര്യത്തിൽ ഈ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പിന് ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ സ്വീകരിക്കില്ല എന്ന് വന്നാൽ അവർ തീർച്ചയായിട്ടും നമ്മുടെ നിലപാടെടുക്കാനായിട്ട് അവർ നടപടിയെടുക്കാനൊക്കെ മുന്നോട്ട് വന്നെന്ന് വരും. എന്നാൽ പോലും വലിയൊരു പരിധി വരെ നമ്മുടെ ഇപ്പൊ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കടല് പോലെ കിടക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അതിനോട് നമുക്കൊരു പെട്ടെന്നൊരു 4 വേലികെട്ടിനകത്ത് എന്താണ് നിർവഹിച്ചു തരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. എന്നാൽ പോലും സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനത്തിന് കേരളത്തിൽ വലിയ വെല്ലുവിളി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതേസമയം ആത്യന്തികമായി പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് ഒരു ടെലിവിഷൻ ചാനലിനെ കാണണ്ടേ എന്നുള്ള കാര്യം. അപ്പൊ അവരുടെ കയ്യിൽ റിമോട്ട് എന്ന് പറയുന്ന വലിയൊരു ആയുധം ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം ഒരു ചാനലിനെ തിരസ്കരിക്കണമെങ്കിൽ. ഈ ചാനൽ ഇനി മേലെ ഞാൻ കാണില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്നൊരു പ്രേക്ഷകൻ അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ഒരു പ്രേക്ഷകൻ തീരുമാനിക്കുകയാണെങ്കിൽ അവന്റെ കയ്യിൽ പിടിച്ച് നീ ഇത് കണ്ടേ പറ്റൂ എന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് ഇതിലെ ഒരു വലിയ പരിധി വരെ ഈ സ്വാതന്ത്ര്യം ഇത് കാണുന്ന ആളുകൾക്ക് കൂടിയുണ്ട്. പിന്നെ മാധ്യമ സ്വാതന്ത്ര്യം അല്ലേ, അതൊരു പ്രശ്നമാണ് അല്ലേ? അതെ, മാധ്യമ സ്വാതന്ത്ര്യം ഞാൻ അതിന്റെ വിശാലമായ അർത്ഥത്തിൽ കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. മാധ്യമ സ്വാതന്ത്ര്യം കേരളത്തിലെ ഒരു ചുറ്റുപാടും അവിടുത്തെ ഒരു കാലാവസ്ഥയും വെച്ചിട്ട് ഈ എത്രയോ വർഷക്കാലമായി എത്രയോ പതിറ്റാണ്ടുകളായി കേരളത്തിൽ വിവിധ സ്വഭാവമുള്ള മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ മാധ്യമങ്ങൾക്ക് നമ്മുടെ ജനങ്ങൾക്ക് അവകാശമുള്ളതുപോലെ നിയമ സംവിധാനങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ നമ്മുടെ മാധ്യമങ്ങൾക്ക് അതുപോലെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പം നിലനിൽക്കുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയും. മറ്റൊന്ന്, ഇപ്പോൾ കേരളത്തിന്റെ സാഹചര്യത്തിലേക്ക് വന്നാൽ പൊതുവെ ഇന്ത്യൻ സാഹചര്യത്തിന്റെ എടുത്താൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ 2 പേരും ടെലിവിഷനിൽ നിന്ന്, ഞാനടക്കം 3 പേരും ടെലിവിഷനിലാണ് നിന്ന് വരുന്നവരാണ് എന്നതുകൊണ്ട് പറയാണ്. ഏറ്റവും അധികം ഈ എല്ലാവരും ഇപ്പം നമ്മളെല്ലാം നിങ്ങൾ 2 പേരും സംസാരിച്ചപ്പോൾ പറയുന്നത് സമൂഹത്തിൽ ഈ വെറുപ്പ് പടർത്തുന്നതിനെ കുറിച്ചൊക്കെയുള്ള ആശങ്ക തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഔദ്ധത്യമോ വിദ്വേഷമോ വെറുപ്പോ ഒക്കെ പടർത്തുന്നത് ടെലിവിഷൻ ചർച്ചകളാണ് എന്നൊരൊറ്റ അടിക്കുള്ള ഒരു വിലയിരുത്തലിലേക്ക് ആളുകൾ എത്തുന്നുണ്ട്. ആ വിലയിരുത്തലിനെ എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മുടെ ഈ പ്രത്യേകിച്ച് സമൂഹത്തിലെ ഈ അഭിപ്രായം രൂപീകരിക്കുന്ന ആളുകളെ ഏറ്റവും കൂടുതൽ കാണുന്നത് ടെലിവിഷൻ സംവാദങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വാർത്താ ചാനലിന്റെ നിലപാട് തന്നെ എന്താണ് എന്ന് അവർ തിരിച്ചറിയുന്നതും അവർ മനസ്സിലാക്കുന്നതും ഈ സംവാദങ്ങളിലൂടെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് 8:30 മണിക്കോ 7:30 മണിക്കോ ഒക്കെ തുടങ്ങുന്ന ഈ ചർച്ചകളിലാണ് ആളുകൾ രാത്രിയിൽ കൂടുതൽ ഇത് കാണുന്നത്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യവും എന്നാലൊരു അപകടം പിടിച്ചൊരു കാര്യവും ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരുപാട് മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഒരുപാട് ചാനലുകളൊക്കെ വന്നപ്പോൾ ഒരാളിലും ഒരു വാർത്ത മൂടി വയ്ക്കാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഞാൻ നിങ്ങളൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈയിടെ ഒരു അപരാധം ഏറ്റുവാങ്ങിയ ആളാണ്. നമ്മുടെ ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്ത് എൻ്റെ പേരിലൊരു ബംഗാളി ഒരു നടി ഒരു പീഡനക്കേസ് പറഞ്ഞു. അപ്പോൾ ഈ പീഡനക്കേസ് പറയുമ്പോൾ ഈ ബംഗാളി നടിയെ കുറിച്ച് നമുക്കറിയില്ല. അവിടെ നിന്ന് കൊൽക്കത്തയിൽ നിന്ന് നമ്മുടെ ഒരു പ്രതിനിധി, വിശ്വാസമുള്ള നമുക്ക് അറിയാവുന്ന ഒരു പ്രതിനിധി ഒരു വാർത്ത ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ രഞ്ജിത്തിനോട് തോന്നുന്ന ഒരു വിരോധം കൊണ്ട് ആണ് ഇവരിങ്ങനെ ഒരു സംഭവം നടത്തിയെങ്കിൽ നമ്മൾ ആരോട് ചെക്ക് ചെയ്യും എന്ന് ഞാൻ ചോദിച്ചു. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഈ വാർത്ത കൊടുത്തിട്ട് രഞ്ജിത്തിന്റെ പേര് കൊടുക്കുന്ന പിന്നാലെ കൊടുക്കുക, 2 ഇൻസ്റ്റാൾമെന്റ് ആക്കുക, അവരെ അറിയിക്കുക. അപ്പോൾ ഈ ആർട്ടിസ്റ്റ് നമ്മൾ അറിയിച്ചു. എന്തുകൊണ്ടാണിത് പേര് കൊടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഇതിന്റെ 2 ഭാഗമായിട്ട് നമ്മൾ സംപ്രേഷണം ചെയ്യാൻ തീരുമാനിച്ചു. ആദ്യ ഭാഗത്ത് നിങ്ങളുടെ ആരോപണം വരും, 2ാം ഭാഗത്ത് ഇതിന്റെ ആരാണ് പ്രതിയെ നിങ്ങൾ ആരോപിക്കുന്ന ആളിന്റെ പേര് വരും. അപ്പോൾ തന്നെ മറ്റൊരു മാധ്യമം ഒരു ചാനൽ മുക്കി ഞങ്ങളത് പൊക്കി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പ്രൊമോഷൻ ട്രെയിലർ തന്നെ അടിച്ച് അവർ ജനശ്രദ്ധ നേടാൻ ശ്രമിച്ചു. നമുക്കത് മനസ്സിലാകും. ഇതിനകത്തുള്ള ഒരു യാഥാർത്ഥ്യം ജോണി പറഞ്ഞ പോലെ ഒരു കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഇത് കോടിക്കണക്കിന് രൂപ ഒരു മാസം ചെലവാക്കി നടത്തുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ഒരു വാർത്താ മാധ്യമം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരുപക്ഷെ ഇപ്പോൾ ജയ്ഹിന്ദായാലും കൈരളി ആയാലും അതൊരു പാർട്ടി ചാനലാണ് എന്നതുകൊണ്ട് അതിൻ്റെ ചെലവുകൾ കുറയുന്നില്ല. അപ്പോൾ ശരിക്കും ഈ വരുമാനം ജനങ്ങളിൽ നിന്ന് പ്രത്യേകിച്ചൊരു പേ ചാനലല്ലാതെ ജനങ്ങളെ സ്വതന്ത്രമായി തുറന്നുവിട്ടിരിക്കുന്ന ഒരു ചാനലായി വർത്തിക്കുമ്പം ഈ ചെലവ് കാശ് ലഭിക്കുന്നില്ലെങ്കിൽ ജോണി പറഞ്ഞല്ലോ, ഇന്ത്യ വിഷന്റെ അതേ ഗതിയിലാവും മറ്റുള്ള ചാനലുകൾ നടക്കുക. വളരെ കാലമെടുക്കാതെ അത് പൂട്ടിപ്പോകും എന്നുള്ളത്
യാഥാർത്ഥ്യമാണ്. അപ്പം നിങ്ങൾക്കറിയാം, ഒരു സ്ഥാപനം പൂട്ടിപ്പോകുക എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ആൾക്കാരുടെ ജോലി പോകും, വളരെ പ്രതീക്ഷയോടെ വന്നൊരു സംരംഭത്തിന് ഷട്ടർ വീഴും, അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജോണി പറയുന്നത്, ഞാനിപ്പോൾ യഥാർത്ഥത്തിൽ ടെലിവിഷന് വന്നിട്ട് 30 കൊല്ലമായി. ഒരുപക്ഷെ ഈ ഇലക്ട്രോണിക് മീഡിയയിൽ ഞാൻ വന്നിട്ട് ഇപ്പോൾ 40 കൊല്ലം കഴിഞ്ഞുപോയി. ഈ 40 കൊല്ലക്കാലത്തിനിടയിൽ ഞാൻ ചുമ്മാ ജോണി പറഞ്ഞപ്പോൾ ഒന്ന് ആലോചിക്കുകയായിരുന്നു, ഈ മാധ്യമ അവതരണത്തിലും മാധ്യമ പ്രവർത്തനത്തിലും ഇത്രയും കൂടുതൽ ടെൻഷൻ ഓരോ പ്രക്ഷേപകനും അനുഭവിക്കുന്ന കാലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. എന്താ പ്രധാനമായും സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു ഏതെങ്കിലും ഒരു വാർത്താ ചാനലിൽ ഒരു വാർത്ത വരുന്നു. അപ്പോൾ ഈ വാർത്തയുടെ സത്യസന്ധത നമുക്കറിയാം, ഈ വാർത്ത തെറ്റായ ഒരു നിഗമനമാണ് എന്ന് നമുക്ക് തോന്നിയാൽ പോലും ആ വാർത്ത തിരുത്തി കൊടുക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിയില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരു 30 പേര് തുണിയിലെ നടക്കുന്ന സ്ഥലത്ത് ഒരുത്തൻ കൗവീനെ കൊടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവനെ ആൾക്കാർ കൂവി വിളിക്കും എന്ന് പറഞ്ഞൊരു സാമാന്യ സിദ്ധാന്തം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ പലപ്പോഴും അപകടം പിടിച്ച കാര്യമാണത്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാനൊക്കെ എപ്പോഴും വിശ്വസിച്ചൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ജനങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു സാധനം കാലം കുറേ സഞ്ചരിച്ചു കഴിയുമ്പോൾ അത് റിജക്റ്റ് ചെയ്യപ്പെട്ടോളും, അവർ തന്നെ അത് തിരസ്കരിക്കുമെന്നൊക്കെയായിരുന്നു. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഈ സമീപകാലത്തായിട്ട് ഈ വാർത്താ ചാനലുകളുടെ ലോകത്ത് ഒരുപക്ഷെ എന്റർടൈൻമെന്റ് ടെലിവിഷൻ ചാനലുകളെക്കാളും കടുത്ത മത്സരം വന്നു കഴിഞ്ഞു. ഈ മത്സരത്തിന് നടുവിൽ നിന്നാണ്. അത് മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന ടൈറ്റിലുകൾ, അത് ഉപയോഗിക്കുന്ന തലക്കെട്ടുകൾ ഒക്കെ വളരെ വളരെ അപകടം പിടിച്ച രീതിയിൽ പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ടെലിവിഷൻ ചാനലുകളുടെയും അല്ലെങ്കിൽ മാധ്യമത്തിന്റെ സ്വാതന്ത്ര്യവും ചർച്ച ചെയ്യുന്നത്. ഈ അടുത്തിടയ്ക്ക് നമ്മുടെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വളരെ ഉയരത്തിലുള്ള ഒരാൾ സംസ്ഥാനത്തെ ഒരു വലിയൊരു സിനിമാ നടനോട് പറയുകയായിരുന്നു, നിങ്ങളുടെ പേരിൽ ഒരു ആരോപണം കൊണ്ടുവരാൻ വേണ്ടി 2 കോടി രൂപ വരെ ഒരാൾക്കൊരാൾ വാഗ്ദാനം ചെയ്തു എന്ന് റിപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ കലാകാരൻ തന്നെയാണ് എന്നോട് വിളിച്ച് ചോദിച്ചത്, എന്നെക്കുറിച്ച് അങ്ങനെ വല്ല റിപ്പോർട്ടും നിങ്ങളുടെ വാർത്താ ചാനൽ വന്നിട്ടുണ്ടോ? അദ്ദേഹത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ടും ഇതുവരെ ഒരു ചാനലും വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ അദ്ദേഹത്തിനും ഭയമായി. കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. ഇതിങ്ങനെ ഒരു വാർത്ത അടിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ഇറങ്ങി നടക്കാൻ പറ്റില്ല. ഒരുപക്ഷെ അയാൾ ഇത്ര കാലം കെട്ടിപ്പൊക്കിയ ഒരു കരിയർ ചിലപ്പം പെട്ടെന്ന് നഷ്ടമായി എന്ന് വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. നമുക്കിപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള ചില നമ്മൾ പുറത്തറിയാത്ത ചില സാഹചര്യങ്ങളും ഇങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ നമ്മുടെ ഈ ആഭ്യന്തര വകുപ്പിൻ്റെ മേധാവി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ഞാൻ പറഞ്ഞത്, ഈ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാലത്ത് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മാധ്യമങ്ങൾ ദിശ മാറി പോകുന്നുണ്ട് എന്നത് നമുക്ക് സമ്മതിച്ചിട്ടില്ല. അപ്പം ഒരുപാട് വിമർശിപ്പ്, ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ ഒരു പ്രേക്ഷകൻ എന്നോട് പേര് പറയാതെ തന്നെ ചോദിച്ചു, നമുക്ക് ഇന്നത്തെ കാലത്തുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഞാനോ ജോണി ലൂക്കോസോ ഹർഷനോ ഈ മൊബൈൽ ഫോണിൽ ഒരു കാര്യം ഒരാളോട് തർക്കത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞാൽ അത് പിന്നീട് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ വേറെ നേരെ വിപരീതമായി ടൈറ്റിലിട്ട് അത് വന്നു എന്ന് വരാം. പിന്നെ നമ്മളിതിനൊക്കെ മറുപടി പറയാനും ഒക്കെ നടക്കേണ്ടി വരും. അയാൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം, അതായത് നമ്മുടെ ADGPക്ക് ഒരു RSS നേതാവിനെ കാണാൻ എന്താണ് പ്രശ്നം, നിങ്ങൾക്ക് എന്താ അതിൻ്റെ ബുദ്ധിമുട്ടെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹത്തിന് എന്തെങ്കിലും താല്പര്യമുണ്ടെന്ന് എനിക്കല്ല. ഞാൻ പറഞ്ഞ ഞാൻ ഇങ്ങനൊരു വിഷയം, ഞാൻ അത്യാവശ്യം ഒരു സ്ഥലത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോൾ അങ്ങയോട് ടെലിഫോണിൽ ഇത് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അങ്ങേക്ക് ഇത് ചർച്ച ചെയ്തേ പറ്റൂ, ഞാനുമായിട്ടെങ്കിൽ അങ്ങേക്ക് ഞാനൊരു സ്ഥലം പറയാം, അവിടെ വന്നാൽ നമുക്ക് ഇന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പക്ഷേ സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ അവസാനം അങ്ങോട്ട് പറഞ്ഞു, ഞാൻ ഫോൺ വയ്ക്കുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. കാരണം നമ്മൾ ഫോൺ കട്ട് ചെയ്താൽ അദ്ദേഹത്തിന് ഒരു മാന്യതയില്ലാത്തതിൽ പെരുമാറിയെന്ന് വരും. കാര്യം അങ്ങനെ എനിക്കൊക്കെ ഉള്ള ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയ ഓഡിയൻസ്, അതായത് 140 പേര് പോലും ഇല്ലാത്ത ഒരു ചെറിയ ഓഡിയൻസിൻ്റെ മുമ്പിൽ കൊട്ടാരക്കരയിൽ ഞാനൊരു പ്രസംഗം നടത്തി. അവസാനം ആ പ്രസംഗം ഉണ്ടാക്കിയ പൊല്ലാപ്പ് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര രീതിയിലൊരു പൊല്ലാപ്പായിരുന്നു. ഞാനൊന്നുണ്ട് കാര്യങ്ങൾ, എൻ്റെ നാടാണ് കൊട്ടാരക്കര, അതുകൊണ്ട് ഞാനവിടെ എനിക്ക് വളരെ അറിയാവുന്ന കുറേ ആൾക്കാരായിരുന്നു സദസ്സിലിരുന്നത്. അതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞു. പക്ഷേ അതൊരു കേബിൾ ചാനൽ വഴി, നെറ്റ് വഴി, ഫേസ്ബുക്ക് വഴി എല്ലാ ആൾക്കാരും, ഏറെ കുറേ അധികം ആൾക്കാർ കണ്ടു ഞാൻ പുലിവാലി പിടിച്ചു. ഞാൻ ആരെക്കുറിച്ചാണോ പറഞ്ഞത് അയാൾ കരച്ചിലും പിടിച്ചിലും തുടങ്ങി. അവസാനം ഞാൻ അയാളോട് ഇത് പിൻവലിക്കണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത്, ഇപ്പോൾ 268K ഉണ്ട് എനിക്ക്, ഞാൻ 268K കളഞ്ഞിട്ട് ഇത് പിൻവലിക്കണോ എന്നാണ് ചോദിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടി അദ്ദേഹത്തെ കൊണ്ട് അത് പിൻവലിപ്പിക്കാൻ. കാരണം ഈ K ആണ് പ്രശ്നം. എന്ത് K എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. അതായത് യൂട്യൂബില് അത് തന്നെയല്ലേ മാധ്യമങ്ങളുടെയും സ്വഭാവം എന്നാണ് തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്ക് ഇതേ പ്രശ്നം തന്നെയാണ് ചർച്ചൻ പറയുന്ന പോലെ. അപ്പോൾ ഇതിനകത്ത്
സംഭവിച്ചത് വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലൂടെ ഒരു വരുമാനം ഈ അടിസ്ഥാനത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പല ചാനലുകൾക്കും. അപ്പോൾ അത് എത്ര കൂടുതൽ വ്യൂവർഷിപ്പ് ഉണ്ടോ അത്രയും കൂടുതലായിരിക്കും വരുമാനത്തിൻ്റെ പോക്ക്. അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയൊരു കേസിൽ പിടിച്ചിട്ട് നമുക്കൊരു വ്യൂവർഷിപ്പ് ഉയർത്താൻ പറ്റുമെങ്കിൽ യൂട്യൂബിൽ നിന്ന് മാസം കിട്ടുന്ന ഒരു വരുമാനം കുറച്ച് ഉയർന്നു പോകും. ഒരുപക്ഷെ യൂട്യൂബിൽ നിന്ന് വരുമാനം കുറയുകയാണെങ്കിൽ പല വാർത്തകളുടെയും സ്വഭാവം തന്നെ മാറിപ്പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ അർഷൻ പറഞ്ഞ ഒരു കാര്യം, എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായ നിലപാടെന്ന് പറഞ്ഞാൽ കേരളം പോലെ ഇത്രയും സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്ത് നമ്മൾ എത്രയോ പതിറ്റാണ്ടുകളായി അത് അനുകൂല മാധ്യമമായാലും പ്രതികൂല മാധ്യമമായാലും മാധ്യമങ്ങളെ പൂച്ചുവിലം കിടങ്ങാതെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് നമ്മുടെ നാട്ടിൽ അവലംബിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ചിലപ്പോൾ ഈ കാലത്തിനനുസൃതമായിട്ട് ചില നമ്മളെ അലോസരപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളും ചില പ്രവണതകളും മാധ്യമരംഗത്ത് വന്നാൽ പോലും അത് കുറേ കാലം കഴിയുമ്പോൾ അതൊക്കെ പട്ടുപോകുമെന്ന് വിശ്വസിക്കാനാണ് ഇപ്പോഴും എനിക്കിഷ്ടം. കാരണം ഈ മാധ്യമങ്ങളിൽ ഇരിക്കുന്ന ആളുകളൊക്കെ തന്നെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അവർ ഒരുപാട് കാലമായി മാധ്യമ ലോകത്ത് ജോലി ചെയ്യുന്നവരാണ്. അതേസമയം ഞാൻ ഒരു കാര്യം സമ്മതിക്കുന്നു, ഈ മത്സരം എന്ന് പറയുന്ന ഒരു സാധനം പണ്ട് ദിവസാടിസ്ഥാനത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഓരോ മിനിറ്റിലും ടെലിവിഷനിൽ മത്സരം വന്നിരിക്കുകയാണ്. ആരോഗ്യകരമാണ് ഈ മത്സരം എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നത് എല്ലാ രംഗത്തും, ഇത് മാധ്യമത്തിൽ മാത്രമല്ല എല്ലാ രംഗത്തും. ഇപ്പം നമ്മളൊരു മാള്, പണ്ടൊക്കെ ഒരു മാളെന്ന് വെച്ചാൽ ഒരു സംസ്ഥാനത്ത് ഒരു മാളെങ്ങാണ്ടായിരുന്നു. ഇപ്പം കൊച്ചി നഗരത്തിൽ നോക്കി എത്ര മാളുകളുണ്ട്. അപ്പോൾ ഓരോ വ്യവസായ സംരംഭങ്ങളെ നോക്കിയാൽ എത്ര സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഈ മത്സരം എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തുമായി ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈ മീഡിയയിലും ഇപ്പം നിലനിൽക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. ആ കോമ്പറ്റീഷൻ നിലനിൽക്കുന്ന സാഹചര്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ മാധ്യമത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ കൂടുതൽ മറ്റു രീതിയിലൊക്കെ ചിന്തിക്കേണ്ടി വരുന്നത്. പണ്ടൊക്കെയാണെങ്കിൽ നമുക്ക് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറയണം, സ്വതന്ത്ര മാധ്യമമാണ് നമ്മുടെ നാട്ടിന് ആവശ്യം. കാര്യം നമുക്ക് എന്തും തുറന്നു പറയാനും അത് ചർച്ച ചെയ്യാനുമുള്ള ഒരു കാലാവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണമെന്നൊക്കെ പറയാൻ എളുപ്പമായിരുന്നു. ജോണി പറഞ്ഞ പോലെ ഒരു കാര്യം സത്യമാണ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തെ വിമർശിക്കേണ്ടെന്ന് അദ്ദേഹം എങ്ങും പറയുന്നില്ല. ഞാൻ തന്നെ ഒരു ദിവസം അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചിരുന്നു, ഈ വിമർശനങ്ങളൊക്കെ അങ്ങേ അലോസരപ്പെടുത്തുന്നുണ്ടോ, വളരെ ബുദ്ധിമുട്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞത് നിങ്ങളിട്ട് വിമർശിച്ചോളൂ എന്നാണ് ചിരിച്ചുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ അത്രയൊരു മഹാമനസ്കത അദ്ദേഹം മാധ്യമങ്ങളോട് കാണിക്കുന്നത് മാത്രമല്ല, ഈ മാധ്യമങ്ങൾ ഏത് ഭരണകാലത്തും വലതുപക്ഷം ഭരിച്ചാലും ഇടതുപക്ഷം ഭരിച്ചാലും സ്വതന്ത്രമായി മുന്നോട്ട് പോകണം എന്ന നിലപാടുള്ള ഒരു മുഖ്യമന്ത്രി തന്നെയാണ് കേരളം ഭരിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ സമീപനം, ഈ സ്വാതന്ത്ര്യം, അത് ഈ വലിയ ദേശീയ തലത്തിലുള്ള അഴിമതികളോട് അല്ലെങ്കിൽ വർഗീയതയോട് മാധ്യമങ്ങൾ കാണിക്കുന്നില്ല എന്നുള്ള വിമർശനം ശക്തമാണ്. അത് നമുക്ക് കൺമുന്നിലുണ്ട് താനും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 2G സ്പെക്ട്രം അഴിമതി കേസ് എങ്ങനെയാണോ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തത്, അതുപോലെ അല്ല അതിനുശേഷം ഈ കഴിഞ്ഞ കാലത്ത് നമ്മൾ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് കണ്ട അഴിമതി ആരോപണത്തെ കൈകാര്യം ചെയ്തത്. അവിടെ ഈ പറയുന്ന അന്വേഷണാത്മകത ഉണ്ടായിരുന്നില്ല. അതുപോലെ ഇപ്പോൾ വർഗീയമായ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കാലത്തുള്ള ശക്തമായ വർഗീയ പ്രസംഗങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ മൃദുവായ സമീപനം മാധ്യമങ്ങൾ സ്വീകരിച്ചു. ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ശക്തമാണ്. അപ്പോൾ അതിനോട് എന്ത് പറയും? ഉദ്ദേശിച്ചിരിക്കും തോന്നുന്നു കേന്ദ്ര സർക്കാരിനെ ഒച്ചയായിട്ട് വളരെ വിമർശിക്കാതിരിക്കുകയും സംസ്ഥാന സർക്കാരിനെ കാര്യമായി വിമർശിക്കുകയും ചെയ്യുന്ന നിലപാടുകൾ പ്രധാനമായിട്ടും ചില ചാനലുകളൊക്കെ എടുക്കുന്നു. എല്ലാ ചാനലുകളും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ നമ്മളെല്ലാം വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം, ഒരു സംഭവം കേരളത്തിലായതുകൊണ്ടും കേരളത്തിലെ കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. നമ്മൾക്ക് ഈ ദേശീയ തലത്തിലുള്ള വിഷയങ്ങൾ സംസ്ഥാനത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ പലപ്പോഴും വിഷയങ്ങളുണ്ടായപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതേസമയം ഒരു മുഴുവൻ സമയവും നമ്മൾ പലപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് എത്രമാത്രം പ്രാധാന്യം സംസ്ഥാന സർക്കാരും അതിൻ്റെ ഭരണരീതികളും അവലംബിക്കുന്ന വഴികളും ചർച്ച ചെയ്യപ്പെടുന്നു, അതേ തുലാസിൽ തന്നെ നമ്മൾ കേന്ദ്ര സർക്കാരിനെ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തെലങ്കാന സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനമാണിപ്പോൾ. അപ്പോൾ ഈ തെലങ്കാന എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്ന് ഇതേ സ്പിരിറ്റിൽ നമുക്ക് ചോദിക്കാം. UP എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്ന് ചോദിക്കാം. പക്ഷേ ഇത്തരം സംസ്ഥാനങ്ങളിലെയോ അല്ലെങ്കിൽ കേന്ദ്രത്തിലെയോ സർക്കാരുകളെയോ നമ്മൾ ഒരുപാട് സംസ്ഥാനം ചർച്ച ചെയ്യുന്നത് വലിയൊരു പരിധിവരെ എത്ര പ്രേക്ഷകർ അതിൽ കാണാൻ നിൽക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതേസമയം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തിലെ, കേരളം വിട്ടാൽ ഏതെങ്കിലും സംസ്ഥാനത്തെ കാര്യങ്ങളായിരിക്കില്ല. നമ്മൾ ചർച്ച ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാടുകളും ഒക്കെ തന്നെയാണ്. അങ്ങനെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു ഇടപെടലുകളും കേരളത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നത് ഞാൻ സത്യസന്ധമായി പറയുകയാണ്. കാരണം ഏതെങ്കിലും ഇപ്പം ഒരു വാർത്താ ചാനൽ ഈ രീതിയിൽ പോകണം എന്നൊരു നിർദ്ദേശം ഈ
കേന്ദ്ര സർക്കാരിൽ നിന്ന് വരാറില്ല. അതേസമയം ആരെങ്കിലും പരാതി അയച്ചാൽ, ഇപ്പോൾ ഈ വാർത്താ ചാനൽ ജോലി ചെയ്ത് എല്ലാവർക്കും അറിയാം, വാർത്താവിതരണ വകുപ്പിലേക്ക് ആർക്ക് വേണമെങ്കിലും പരാതി അയക്കാം. ഇപ്പോൾ പ്രധാനമന്ത്രി വിമർശിച്ചു, അപ്പോൾ പ്രധാനമന്ത്രി വിമർശ വിധേയമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ആ വഴിതെറ്റി നമ്മൾ വിമർശനം നടത്തിയാൽ തീർച്ചയായിട്ടും വാർത്താവിതരണ വകുപ്പിനെ അന്വേഷിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇതിലൊക്കെ നമ്മളൊക്കെ ഈ പല പരാതികൾക്ക് മറുപടി അയക്കുന്ന ഒരു വാർത്താ സ്ഥാപനത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത് സംസ്ഥാന സർക്കാരിനെ വിമർശിക്കേണ്ട എന്ന് പറയുന്ന ഒരു താളത്തിൽ ചവിട്ടി ആകരുത് എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. മാധ്യമങ്ങൾക്ക് ആ സ്വാതന്ത്ര്യമുണ്ട്. കേന്ദ്ര സർക്കാർ ഒരിക്കലും എനിക്കിപ്പോൾ ഇത്രയും വർഷത്തെ പരിചയമുണ്ട്. അപ്പം നമ്മുടെ വാർത്താ ചാനലായി 24 പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അർച്ചനൊക്കെ അറിയാം. അർച്ചനൊക്കെ അവിടെ ഉണ്ടായിരുന്ന 6 കൊല്ലമായി. ഈ 6 കൊല്ലത്തിനിടയിൽ നിങ്ങൾ ഇന്നത് പ്രക്ഷേപിക്കരുത് എന്നൊരു ഇൻസ്ട്രക്ഷൻ കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും നമ്മളതിനകത്ത് എടുക്കുന്ന മാനേജ്മെൻറ്റ് നയങ്ങളൊക്കെ ഇല്ലെന്ന് ഞാൻ പറയില്ല. അർച്ചനൊക്കെ അറിയാം, നമ്മൾ ചില സാഹചര്യത്തിൽ ചില നിലപാടുകളൊക്കെ എടുക്കും. പക്ഷെ അതേസമയം നമുക്ക് ശരിയെന്ന് തോന്നുന്നത്, നമുക്ക് ഇത് സമൂഹത്തെ അറിയിക്കേണ്ടതാണെന്ന് തോന്നുന്നത് സമൂഹത്തിനെ അറിയിക്കാൻ എന്തെങ്കിലും വെലുങ്ങുതടിയുണ്ടോ എന്ന് സംശയം. ഒരിക്കലും ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ ഒരു ഡൽഹി പ്രതിനിധി ഉത്തർപ്രദേശിൽ പോയി ഒരു സ്ത്രീ ബലാത്കാരം ചെയ്ത് കൊല ചെയ്യപ്പെട്ട സംഭവം റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് കേന്ദ്ര ഗവൺമെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ വാർത്തകൾ കേരളത്തിൻ്റെ 4 അതിരിൽ ചുരുക്കി വിട്ടാൽ പോരെ? നിങ്ങൾ എന്തിനാണ് UP-യിൽ പോയിട്ട് ഒരാളെ അയച്ച് അവിടുത്തെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണ് എന്നയാൾ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞത്, നമ്മൾ ഈ ലൈസൻസ് വാർത്താവിതരണ വകുപ്പിൽ നിന്ന് നേടിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഈ സംസ്ഥാനത്ത് മാത്രമായി വാർത്തകൾ ചുരുക്കാം എന്ന് എഴുതി കൊടുത്തുകൊണ്ടല്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്നോവേറ്റ് ഈസ് കറക്റ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ലോകത്തിന് ഏത് ഭാഗത്ത് വാർത്തകൾ ഉണ്ടായാലും ആ വാർത്തകൾ തീർച്ചയായിട്ടും കുടുംബ പ്രേക്ഷകർക്ക് അതിനകത്ത് ചില പരിമിതികളൊക്കെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം കുടുംബത്തിന് ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്തിടെ എന്നെ വളരെ ഇരുത്തി ചിന്തിപ്പിച്ച ഒരു കാര്യമായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരു വീട്ടമ്മ, ഒരു 48 വയസ്സുള്ള ഒരു വീട്ടമ്മ വാട്സപ്പിൽ എനിക്കൊരു സന്ദേശം അയച്ചു. അതായത് അവരുടെ 4 വയസ്സുള്ള കുട്ടി അവരോട് ചോദിച്ചു, ഈ അവിഹിത വീഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് ചോദിച്ചു. കാര്യം ഒരു TV ചാനലിൻ്റെ ടിക്കർ എന്ന് പറയുന്ന ഭാഗത്ത് വലിയ അക്ഷരത്തിൽ ഈ അവിഹിത വീഴ്ചയെക്കുറിച്ച് എഴുതി കാണിക്കുകയാണ്. അപ്പോൾ എഴുതി കാണിക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം വന്നു. പക്ഷേ ഇത് വേണമെങ്കിൽ ഒരു പ്രേക്ഷകൻ ഒരു കേന്ദ്ര സർക്കാരിന് അല്ലെ വാർത്താവിതരണ വകുപ്പിന് പരാതിയായിട്ട് അയച്ചാൽ കേബിൾ റെഗുലേഷൻ ആക്ട് അനുസരിച്ച് ഈ കമ്മ്യൂണിറ്റി വ്യൂവിങ്ങിന് വിരുദ്ധമായി നമ്മൾ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ അതിനെതിരെ വിമർശിക്കാനും അതിനെതിരെ ആക്ഷൻ എടുക്കാനും അധികാരം നൽകുന്ന ഒരു വകുപ്പ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അത്ര പരിമിതികളുണ്ട്. അതേസമയം ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ വാർത്താ ചാനലുകൾ കുറച്ചധികം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് തന്നെ. അങ്ങനെയുള്ള വാർത്താ ചാനലുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലോ അവരുടെ വാർത്താ സന്നിവേശത്തിലോ വാർത്താ പ്രക്ഷേപണത്തിലോ ഏതെങ്കിലും ഒരു സർക്കാർ, സംസ്ഥാനമാകട്ടെ കേന്ദ്രമാകട്ടെ, ഒരു സർക്കാർ ഇടപെടുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. എൻ്റെ അനുഭവത്തിൽ ഇന്ന് വരെ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. കാരണം നിങ്ങളിത് പ്രക്ഷേപിക്കരുത് എന്ന് പറഞ്ഞു. കാര്യം നമ്മൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ അതിനകത്ത് റിസ്ക് ഉണ്ട്. ആ റിസ്ക് എന്ന് പറഞ്ഞാൽ ആ റിസ്ക് നിയമപരമായിട്ട് വരാം, അതല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരാം. ഈ റിസ്ക് നമുക്ക് ഏറ്റെടുക്കാൻ നമുക്ക് തയ്യാറുണ്ടെങ്കിൽ നമ്മുടെ ഒരു അഡ്വഞ്ചറസേക്കാളും ഒരു പബ്ലിക് മാധ്യമം എന്നുള്ള നിലയിൽ ഒരു സാധനം പ്രക്ഷേപണം ചെയ്താൽ അതിൻ്റെ അനന്തര ഫലം എന്താണ് എന്ന് മുൻകൂട്ടി കണ്ട് നമ്മൾ പ്രക്ഷേപിക്കുന്നില്ലെങ്കിൽ അത് നമ്മൾ നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ എനിക്ക് പറയാൻ അർച്ചനോടും ഒക്കെ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കാലത്ത് നമ്മളുടെ ഈ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നൊരു സാധനം ഈ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാർത്ത അവതരിപ്പിക്കുന്ന ആളിൻ്റെ ഒരു വിശ്വാസ്യത എന്ന് പറയുന്നൊരു സാധനം വളരെ പ്രധാനമായിരുന്നു എന്ന് കരുതുന്ന ഒരാളാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനൊരു ക്രെഡിബിലിറ്റി ഒക്കെ എത്ര ആളുകൾ സൂക്ഷിക്കുന്നുണ്ട്, അങ്ങനൊരു ഇൻറ്റഗ്രിറ്റി എത്ര മാത്രം ആൾക്കാർ കൊണ്ടു നടക്കുന്നുണ്ട് എന്ന കാര്യത്തിലേക്ക് എനിക്ക് സംശയം തോന്നുന്നു. കാര്യം വാർത്താ പ്രളയം നടക്കുന്ന ഒരു വേളയിൽ ആളുകൾ അത്ര കൂടുതൽ ഈ അവതാരകൻ ആരാണ്, അല്ലെങ്കിൽ ആരാണ് ഈ വാർത്ത അവതരിപ്പിച്ച് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, അയാൾ പറയുന്നതും അയാളുടെ ജീവിതമായിട്ട് എന്തെങ്കിലും പൊരുത്തപ്പെടുന്നുണ്ടോ എന്നൊന്നും വിശകലനം ചെയ്യാൻ മെനക്കെടുന്നില്ല എന്ന് എനിക്ക് അടുത്ത കാലത്തായിട്ട് വളരെ സംശയം തോന്നുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ ഇതിനകത്തൊരു പോസിറ്റീവായിട്ടുള്ള കാഴ്ചയെ കാണുന്നത്. കാരണം സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു മാധ്യമ ശൃംഖല കെട്ടിപ്പടുക്കാൻ ചില ആൾക്കാർ പറയാറുണ്ടല്ലോ, കേരളത്തിൽ വന്ന് കച്ചവടം നടത്താൻ പറ്റത്തില്ല, സ്ഥാപനം തുടങ്ങാൻ പറ്റത്തില്ല, മൊത്തം പ്രശ്നമാണ്. പക്ഷേ സ്ഥാപനം തുടങ്ങിയ എത്രയോ ആളുകൾ ഒരു കുഴപ്പമില്ലാതെ കേരളത്തിൽ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഞാൻ തന്നെ ഒരു സ്ഥാപനം തുടങ്ങിയ ആളാണ്, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പം നമുക്ക് ഇപ്പം ഞാൻ ഒരുപാട് കാലം ഈ വിപ്ലവ പ്രസ്ഥാനത്തിലൊക്കെ പ്രവർത്തിച്ച ഒരാളായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ ഈ കൈക്കൂലി കൊടുക്കുന്നതിന് വിരോധിയാണ്.
കൈക്കൂലി കൊടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ നിലപാട്. കാരണം നമുക്ക് ചിലപ്പോൾ ഒരാൾക്ക് 10,000 രൂപ കൊടുത്താൽ നമ്മൾ 10 ദിവസം നടക്കുന്ന ജോലി ഒരു ദിവസം കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. പക്ഷേ എന്നാലും ഒരു കാരണവശാലും ഞാൻ കൈക്കൂലി കൊടുക്കില്ല എന്ന് തീരുമാനിച്ചാൽ നമ്മുടെ കയ്യെ പിടിച്ച് കൈക്കൂലി കൊടുപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം നമുക്ക് അത്തരം ഒരു ഇൻറ്റഗ്രിറ്റിയൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നത് ഈ കാലത്ത് ആളുകൾ ഇതൊക്കെ ഒരു കാലഘട്ടപ്പെട്ട മനുഷ്യൻ്റെ ഒരു അഭ്യാസ പ്രകടനമായിട്ട് കാണുമെങ്കിൽ പോലും അതൊക്കെ ആ ഇൻറ്റഗ്രിറ്റി നമ്മൾ കീപ്പ് ചെയ്യുന്നത് ഇന്ന് എത്രമാത്രം ആളുകൾ ശ്രദ്ധിക്കുന്നു എന്ന കാര്യത്തിൽ എനിക്ക് സംശയം വന്ന് തുടങ്ങി. ഞാൻ ഏതാണ്ട് പൂർണ്ണമായും മാധ്യമ സ്വാതന്ത്ര്യം എന്നതിനപ്പുറത്ത് സ്വതന്ത്ര മാധ്യമം എന്നതിൽ ഊന്നിയാണ് ഇതുവരെ പോയത് എന്ന് തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ട് ചോദിക്കട്ടെ, ഇപ്പോൾ അംബാനിക്ക് ഏതാണ്ട് 5 ഡസനോളം മാധ്യമ സ്ഥാപനങ്ങളിൽ പങ്കാളിത്തമുണ്ട്. NDTV അദാനി ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പൊ കേരളം നമുക്കറിയാം, ഇവ എന്തിനാണ് ഇപ്പൊ കേരളത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ദേശീയ തലത്തിൽ കാര്യങ്ങളെ കാണുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിന് കേരളത്തിൽ പ്രസക്തിയില്ല. കാരണം മലയാളി അങ്ങനെയാണ്. മലയാളിയുടെ പത്രത്തെ തന്നെ ദേശീയ പത്രത്തൊക്കെ വിശേഷിപ്പിക്കുന്ന മനുഷ്യരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നിലയ്ക്കാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് ചോദിക്കട്ടെ, ഈ വലിയ കോർപ്പറേറ്റുകൾ ഇപ്പോ ആ നിലയ്ക്കല്ല, ഇപ്പോ കേന്ദ്ര സ്ഥാപനമൊന്നും ആ നിലയ്ക്ക് വലിയ കോർപ്പറേറ്റിന്റെ കയ്യിലുള്ള സ്ഥാപനമല്ല. പക്ഷെ ആ രീതിയിൽ ഏറ്റെടുക്കുമ്പോൾ അവരൊരു സ്വതന്ത്ര അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വതന്ത്ര മാധ്യമ സ്ഥാപനമായി തന്നെയാണ് അവർ വരുന്നത്. പക്ഷെ അവിടെ മാധ്യമ സ്വാതന്ത്ര്യം എന്നത് എത്രത്തോളം ഉണ്ടാവും? അവർക്കാണ് ഏതാണ്ട് 85-90% മാധ്യമങ്ങളുടെയും കൈവശാവകാശം. അവിടെ എന്തു ചെയ്യും? ഗൗരവത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാലമാണ് ഈ മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള വയാക്കോം കമ്പനി കുറേ ചാനലുകൾ ഇപ്പം ടേക്ക് ഓവർ ചെയ്തു. അതിൽ എന്റർടൈൻമെന്റ് ചാനലുകളുണ്ട്, വാർത്താ ചാനലുകളുണ്ട്. നല്ലൊരു ഭൂരിപക്ഷം പെർസെൻറ്റേജ് വാർത്താ ചാനലുകൾ ഒരുപക്ഷെ ഇങ്ങനെ ഒരു സ്വകാര്യ കമ്പനി ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാധ്യമ പ്രശ്നങ്ങൾ ഇത് തന്നെയായിരുന്നു നമ്മൾ ഈ നിവേദക സംഘം പ്രധാനമന്ത്രിയെ കണ്ട് പ്രധാനമായും ധരിപ്പിച്ചത്. അതിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഏതാണ്ട് 71ഓളം വാർത്താ ചാനലുകളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ടായിരുന്നു. അതേതോടെ നമ്മൾ പറഞ്ഞത് വിദേശ നാടുകളിൽ പ്രവർത്തിക്കുന്ന വാൾട്ട് ഡിസ്നി പോലെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെ വന്ന് ചാനലുകൾ തുടങ്ങുകയും അത് വാല്യൂഷനൊക്കെ എടുത്ത് അവർ ഒരുപാട് പണം കിട്ടുമ്പോൾ മറ്റുള്ള ഒരു പുസ്തക കമ്പനിക്ക് അത് കൈമാറുകയും ചെയ്യുമ്പോൾ ഇന്ത്യയിൽ തുടങ്ങി ഇന്ത്യയിൽ ജീവിക്കുന്ന മാധ്യമങ്ങൾക്ക് അത് വലിയ വെല്ലുവിളിയാകും എന്ന് പ്രധാനമന്ത്രിയോടും വാർത്താവിതരണ മന്ത്രിയോടും വളരെ വിശദമായി നമ്മൾ സംസാരിക്കുകയുണ്ടായി. 1 മണിക്കൂറോളം പ്രധാനമന്ത്രി ഈ കാര്യത്തെക്കുറിച്ച് കേൾക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഹർഷൻ ചോദിച്ചൊരു ചോദ്യം, ഒരുപക്ഷെ ഇങ്ങനെ ഒരു ഇത്രയധികം വാർത്താ ചാനലുകളും അതുപോലെ വിനോദ ചാനലുകളും ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കുത്തക സംരംഭം ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ആത്യന്തികമായി അവരുടെ താല്പര്യം എന്താണ് എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇപ്പം ടാറ്റ ഒരു ബിസിനസ് കൺസേൺ എന്നുള്ള നിലയിൽ എനിക്ക് മാനസികമായി ഏറ്റവും ആദരവുള്ള ഒരു സ്ഥാപനമാണ് ഈ ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം ഞാൻ ഏറ്റവും കാണാൻ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരാൾ രത്തൻ ടാറ്റയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വ്യവസായങ്ങൾ നടക്കുമ്പോൾ പിന്നാമ്പുറങ്ങളിലൂടെ സഞ്ചരിക്കണം, കുറുക്കു മാർഗത്തിലൂടെ വഴിവെട്ടി തുറന്ന് യാത്ര ചെയ്യണം, സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ കുറുക്കു വഴികൾ ആവശ്യമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം ഒരൊറ്റയാൾ പട്ടാളം പോലെ കൈക്കൂലി കൊടുക്കുക, സ്വജനപക്ഷപാതം കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വേറെ എന്തെങ്കിലും നൽകുക, ഇതൊന്നും ചെയ്യാതെ ഈ ടാറ്റ എന്ന് പറയുന്ന സ്ഥാപനം ഇന്ത്യയിൽ മുന്നോട്ട് പോവുകയും ലോകത്തിലെ തന്നെ കൊടികിട്ടിയ സ്ഥാപനങ്ങൾ ഒന്നായിട്ട് വളരുകയും ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ ടാറ്റ നമ്പർ 1 ആണ് ലോകത്ത്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഇതിലൊക്കെ തന്നെ അവർ 1ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഇപ്പോൾ ടാറ്റയാണ് ഇങ്ങനെ ഒരു വാർത്താ ചാനലുകൾ ഇന്ത്യയിൽ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹിഷ്ണുതയും അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യബോധവും അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളും മൂല്യവും ഒക്കെ ആയിരിക്കും നിഴലിക്കുക. അതേസമയം അംബാനിയോ അദാനിയോ തുടങ്ങുമ്പോൾ അവരുടെ മൂല്യങ്ങൾ ഇതുമായിട്ട് വല്ല ബന്ധം ഉണ്ടാകുമെന്ന് ഞാനത് വളരെ ഉത്കണ്ഠയോടെയും ഒക്കെ കാണുകയാണ്. കാരണം ഇത്തരം ഈ കുത്തകൾ വരുമ്പോൾ നമ്മളിപ്പോൾ വലിയ സ്ഥാപനങ്ങൾ വരുമ്പോൾ അതിന് മുന്നിൽ ചെറിയ പീടി കെട്ടിരിക്കുന്ന കുഞ്ഞിരാമൻ നായരെ കടയ്ക്ക് കുഴപ്പം വരും എന്ന് ചില ആളുകൾ പറയുന്നത് പോലെ ഈ നമ്മളൊക്കെ ചെറിയ സംരംഭം വളരെ ഡൽഹിയിലേക്ക് നിന്ന് നമ്മുടെ ചാനലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു പ്രാദേശിക ചാനൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന 24 എന്നാണ് അവർ പറയുക. അപ്പോൾ അത്തരം ഒരു റീജിയണൽ ചാനലിൻ്റെയൊക്കെ നിലനിൽപ്പ് തന്നെ വേണമെങ്കിൽ അപകടത്തിൽപ്പെടാം. നിങ്ങൾക്കറിയാം ഈ കേബിൾ TV നെറ്റ്വർക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, അതായത് ഒരുപാട് മുടക്കുമുതൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വന്ന് ഭവിക്കും. അപ്പോൾ ഈ പണം ഇറക്കാൻ ഒരു മുതലാളിക്ക് ഒരുപാട് സാധ്യതയുണ്ടെങ്കിൽ അയാളുടെ വഴി പിടിച്ച് നടത്താൻ കുറേ കാര്യങ്ങളുണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു കാരണവശാലും ഈ മാധ്യമ സംരംഭങ്ങളിൽ ഒരു കുത്തക സ്വാധീനം വരുന്നത് ഒട്ടും ആശ്വാസകരമായ കാര്യമല്ല. കാരണം ഈ വാർത്തകളെ ഒരു പ്രത്യേക ഗ്രൂപ്പ് നിയന്ത്രിക്കുകയും വ്യവസായ സ്ഥാപനങ്ങൾ ഈ വാർത്തകളുടെ അന്തിമത്വം കൽപ്പിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ
സ്വതന്ത്രമായി വാർത്തകൾ അറിയാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യമാണ് നഷ്ടപ്പെടുക. പിന്നെ നമുക്ക് അവിടെ ഒരു പ്രതീക്ഷയുള്ള എന്താണ് എന്ന് ചോദിച്ചാൽ എത്ര കുത്തകൾ വന്നാലും സോഷ്യൽ മീഡിയ വളരുകയാണ്. അതേസമയം ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണുന്ന ചില അപകടത്തിൻ്റെ സൂചനകൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ അടുത്ത സമയത്ത് നമ്മുടെ ഈ വയനാട്ടിലൊക്കെ പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്ന് പ്രചരിച്ചൊരു കാര്യമാണ് മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടാൻ പോവാണെന്നത്. അപ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഏതൊക്കെ ജില്ലകൾ വാഷ് ഔട്ടാകും, എറണാകുളം, തൃശ്ശൂർ, അതുപോലെയുള്ള ഇടുക്കി, ഇങ്ങനെയുള്ള ജില്ലകളൊക്കെ ഇല്ലാതാകും എന്നൊക്കെ പറയുന്ന സെൻസേഷണലായിട്ടുള്ള വാർത്തകൾ ഇങ്ങനെ പടച്ചുവിടുമ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ എൻ്റെ മോർണിംഗ് ഷോയിൽ നിന്നുകൊണ്ട് ഞാൻ ആൾക്കാരോട് പറഞ്ഞു, ഇതിനകത്ത് ഒരുപാട് നിയമപ്രശ്നമുണ്ട്. നമുക്ക് ഈ മുല്ലപ്പെരിയാർ ഡാം പുതുക്കി പുതിയൊരു ഡാം അവിടെ കെട്ടി ഒരുപക്ഷെ ഇനിയിപ്പോൾ ഒരു 25 കൊല്ലം 50 കൊല്ലം കൂടെ അല്ലെങ്കിൽ 100 കൊല്ലം കൂടി ഈ ഡാമിന് സുരക്ഷയുണ്ടെന്ന് പറഞ്ഞാലും അത്രയും ഒരു അപകടത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ ഇപ്പം തന്നെ ഈ ഡാം പുതുക്കി പണിയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഈ ഡാം പുതുക്കി പണിയുക തന്നെയായിരിക്കണം കേരളത്തിൻ്റെ നിലപാട്. ആ നിലപാടുമായിട്ടാണ് കേരളം കോടതിയിലൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നതും. അപ്പോൾ പ്രേക്ഷകർ വന്ന് എന്നോട് ചോദിക്കുന്ന ചോദ്യം, തനിക്ക് നട്ടലുണ്ടോ, തനിക്ക് മുല്ലപ്പെരിയാർ മാറ്റി പണികൾ എന്താ പറയാൻ പറ്റുന്നത്, പൊട്ടിയാൽ താൻ ബാക്കിയാണ്, താൻ ഇത് പറയാനായിട്ട് എറണാകുളത്ത് ഉണ്ടാകും എന്നൊക്കെ ആളുകൾ ചോദിക്കുകയാണ്. കാരണം നമ്മൾ ആ രീതിയിൽ മുല്ലപ്പെരിയാർ ഏത് നിമിഷവും പൊട്ടിപ്പോകും എന്ന രീതിയിൽ അപകടം പിടിച്ചിട്ടുള്ള വാർത്തകൾ പല രീതിയിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു. അപ്പോൾ പ്രചരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾ വിശ്വസിക്കും. ഞാൻ ഹർഷൻ ചോദിച്ച ചോദ്യത്തിലേക്ക് മടങ്ങി വന്നാൽ, ഇന്ത്യയിലെ വാർത്താമുറികളിൽ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും ഓരോ വാർത്താ പ്രക്ഷേപകനും അയാൾക്ക് തോന്നുന്ന കാര്യം പറയാൻ പറ്റുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നതാണ് എപ്പോഴും കരണീയം. ഈ അടുത്തിടെ എന്നോട് ഒരാൾ വിളിച്ചൊരു കാര്യം പറഞ്ഞു. എല്ലാ അവതാരകർക്കും വേണമെങ്കിൽ ആലോചിച്ച് വെക്കാവുന്നൊരു കാര്യം അയാൾ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ ചില അവതാരകർ പോച്ചയാണ് അടിക്കുന്നതെന്ന് പറഞ്ഞു. അതായത് പ്രശ്നത്തെ ആഴത്തിൽ പഠിക്കാതെ നിങ്ങളുടെ ആളുകൾ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ അതിൻ്റെ പിറ്റേന്ന് തന്നെ നമ്മുടെ അവതാരകരോടെല്ലാം പറഞ്ഞു, നിങ്ങളെ സശ്രദ്ധം വീക്ഷിക്കുന്ന ഒരു ജനസമൂഹം പുറത്തുണ്ട് എന്നുള്ള കാര്യം. ചിലപ്പോൾ ഈ വാർത്തയുടെ ബാഹുല്യം അല്ലെങ്കിൽ ജീവിതത്തിലെ തിരക്കോ അല്ലെങ്കിൽ ജോലിയുടെ തിരക്കോ കൊണ്ട് ചിലപ്പോൾ എപ്പോഴും നമുക്ക് ഒരു സംവാദത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാർത്താ പ്രക്ഷേപണത്തിലോ കയറുമ്പോൾ ഒരുപാട് ഗൃഹപാഠങ്ങൾ ചെയ്ത് ചിലപ്പോൾ കയറാൻ പറ്റിയെന്ന് വരില്ല. ആ പ്രശ്നങ്ങൾ ആഴത്തിൽ പഠിച്ചിട്ട് കയറാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ പഠിക്കാതെ കയറുമ്പോൾ അത് തിരിച്ചറിയുന്ന ഒരു ജനസമൂഹം അപ്പുറത്ത് നിൽക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഈ വളരെ വളരെ പ്രതിരോധത്തിലാകാൻ സാധ്യതയുള്ള പ്രക്ഷേപകർക്ക് വേറെ രീതിയിലുള്ള ഊർജ്ജമാണ് പകരുന്നത്. കാര്യം പഠിച്ചിട്ടേ പോകാവൂ. ഇനി നമ്മൾ അലർട്ടായ ഒരു ജനസമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരു ഏതെങ്കിലും കുത്തകകൾ ഒരുപാട് സ്ഥാപനങ്ങൾ തുടങ്ങിയത് കൊണ്ട് അവർക്കൊരു വേറൊരു വാർത്താ സംസ്കാരം കേരളത്തിൽ കുത്തിവെക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കാതിരിക്കാനാണ് എനിക്ക് എപ്പോഴും താല്പര്യവും. കാരണം നമുക്ക് ഒരുപാട് വർഷത്തെ ഒരുപാട് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. ഇപ്പോൾ മലയാള മനോരമ എത്രയോ വർഷങ്ങളായി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു പുതിയ പത്രം വന്നിട്ട് നമ്മുടെ വാർത്താ സംസ്കാരത്തെ ഉടച്ചു വാർക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതേസമയം ഇത് ഉയർത്തുന്ന ഭീഷണികളെ നമുക്ക് ചെറുക്കാൻ പറ്റണം. അതല്ലെങ്കിൽ ഒരു കുഴപ്പമെന്ന് ചോദിച്ചാൽ അനാവശ്യമായ ചില പ്രവണതകൾ നമുക്ക് ചെറുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ പിടിക്കുകയും പ്രക്ഷേപകരുടെ ടെൻഷൻ കൂട്ടാനും. ഞാൻ ഈ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് പറഞ്ഞൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അക്ഷരത്തിലേക്ക് മടങ്ങുകയാണ്. ഞാൻ നമ്മുടെ കേരള മീഡിയ അക്കാഡമിയുടെ ഒരു ക്ലാസ്സിൽ ശശികുമാർ സാറ് കുറേ കാര്യങ്ങൾ വാർത്താ പ്രക്ഷേപണത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ ആ കുട്ടികളോട് പറഞ്ഞു, നിങ്ങളൊരു വാർത്താ മുറിയിലേക്ക് ജോലിയായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നല്ലൊരു കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി നിങ്ങളുടെ ഹൃദയത്തിന് പ്രശ്നമൊന്നുമില്ല എന്ന് തീരുമാനിച്ചിട്ട് ഹൃദയമൊക്കെ നന്നായിട്ട് പരിശോധിച്ചിട്ട് വേണം വരാൻ. കാരണം അത്ര കൂടുതൽ ഒരു കാലത്ത് നിങ്ങൾക്ക് കേൾവിയില്ലാത്ത ഹൃദയത്തിൻ്റെ സ്പന്ദനമൊക്കെ കൂടുതൽ അല്ലെങ്കിൽ ഹൃദയം കൂടുതൽ ഇടിക്കത്തക്ക സാഹചര്യമുള്ള ഒരു ടെൻഷൻ പിടിച്ച പണിയിലേക്കാണ് നിങ്ങൾ ഉൾപ്പോക്കിട്ട് യാത്രയാകാൻ പോകുന്നത്. അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഹാർട്ട് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ഈ പണിക്കിറങ്ങാൻ എന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ ഞാൻ പറയുകയാണ്. കാരണം അത്രയും കൂടുതൽ ടെൻഷനും മത്സര ബുദ്ധിയും ഒക്കെ ഈ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും എത്രയോ ഇരട്ടി വന്നു കഴിഞ്ഞൊരു കാലത്താണ്. അതുകൊണ്ട് തന്നെ ഈ കുത്തക സംരംഭങ്ങൾ ഒരു സംസ്ഥാനത്തോ അല്ലെ ദേശീയ തലത്തിലോ ഒരുപാട് മാധ്യമങ്ങളെ കയ്യിൽ വെക്കാൻ വേണ്ടി വരുമ്പോഴും ഈ കുറേ മാധ്യമങ്ങളെങ്കിലും വാർത്തകൾ പറയാനായിട്ട് ഇവിടെ ഉണ്ടാകും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം.